ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. മൈ വേ ബൈ കല്യാണി ഈ ഒരു യൂട്യൂബ് ചാനലിനെ തുടർന്നിട്ടുള്ള വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% ഉറപ്പായിട്ട് പറയും ഒരു ന്യായവും ഇല്ല, അന്യായമാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അതായത് ഇവരൊരു പ്രോഡക്റ്റ് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് പ്രൊമോഷൻ എന്ന രീതിയിൽ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇൻഫ്ലുവൻസ് ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ് പോയി യൂസ് ചെയ്യുകയും അതിനെ തുടർന്നിട്ട് ആ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അവരുടെ ഫേസിനെ അഫക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വ്യൂവേഴ്സിനെ വന്ന് അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചുമതല. അതായത് നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിനെ അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പറയണം, ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യില്ല. ഞാൻ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു കാണുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയോ ചെയ്യില്ല, എൻ്റെ ഫേസിൽ ഈ ഒരു പ്രോബ്ലം സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അതേ സ്ഥാനത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതങ്ങ് എന്തോ പറയുന്നത് സീക്രട്ട് ആയിട്ട് അതങ്ങ് കൊണ്ടുപോയി ചികിത്സിച്ച് അതങ്ങ് മാറ്റാൻ നാട്ടുകാർ ആരും അറിയത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഷോർട്സ് ആണ് നിങ്ങളെ ചതിച്ചിട്ടുള്ളത്. അതായത് ഇവരാണെങ്കിൽ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ വിവിധ തരത്തിലുള്ള ക്രീമുകളുടെ എല്ലാ പ്രൊമോഷനും കല്യാണി ചേച്ചി ചെയ്യാറുണ്ട്. ആ ഒരു പ്രോഡക്റ്റിൻ്റെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നതിനെ തുടർന്നിട്ടാണെന്ന് തോന്നുന്നു വിവിധമായിട്ടുള്ള ക്രീം, അതായത് സ്റ്റീറോയിഡ് സംഭവങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ക്രീമൊക്കെ യൂസ് ചെയ്ത് ചേച്ചിയുടെ ഫേസും സ്കിന്നും ഒക്കെ അങ്ങ് ഡാമേജ് ആയി. അതിനെ തുടർന്നിട്ട് ചേച്ചി ഒരു ഹോസ്പിറ്റലിനെ സമീപിക്കുകയായിരുന്നു, അത് ട്രിവാൻഡ്രത്തുള്ള ഒരു ഹോസ്പിറ്റലിനെ. ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഇനി ഞാനായിട്ട് മറക്കുന്നില്ല, കാരണം സോഷ്യൽ മീഡിയ മൊത്തം ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരാണ് Therefore I Am. അതിനകത്ത് ഏകദേശം 43K ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫോളോവേഴ്സ് ലിസ്റ്റ് ആയാലും അല്ലെങ്കിൽ അതിനകത്ത് ഇട്ടിട്ടുള്ള റീലിൻ്റെ ഒക്കെ അടിയിൽ പോയിട്ട് കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിക്കുള്ള സെലിബ്രിറ്റികളുടെ റെസ്പോൺസ് സംഭവങ്ങളും എല്ലാം അതിനകത്ത് കാണാം. അതായത് ഇവരാണെങ്കിൽ ഇന്നലെ ഒരു വോയിസ് സംഭവങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ വോയിസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർ അവിടെ ചെല്ലുന്ന പേഷ്യൻസ് എങ്ങനത്തെയാണ്, എങ്ങനത്തുള്ള ആൾക്കാരാണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വാസമാവാത്ത ആൾക്കാർ ജസ്റ്റ് ആ റീലിൻ്റെ ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഇഷ്ടം പോലെ സാനിയ അയ്യപ്പ അങ്ങനത്തെ കുറേ സെലിബ്രിറ്റികൾ പോയി കമൻറ്റ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്, സൈഡിൽ താഴെ സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. ആ ഒരു സ്ക്രീൻഷോട്ടിൽ കാണുന്നതാണ് അവിടുത്തെ ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ്. ഏകദേശം 74K ഫോളോവേഴ്സ് സംഭവങ്ങളൊക്കെ ചേച്ചിക്കുണ്ട്. അതായത് ഈ ചേച്ചിയുടെ ഫോളോവേഴ്സ് ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് കൊണ്ട് കുറച്ച് സെലിബ്രിറ്റികളൊക്കെ. അപ്പോൾ ഇവരെക്കുറിച്ചാണ് ഇത്രയും വലിയൊരു അലിഗേഷൻ ആയിട്ടൊക്കെ നമ്മുടെ സ്വന്തം എന്തോ പറയുന്നത് കല്യാണി ചേച്ചി രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇതിനോടകം തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ളത് കല്യാണി ചേച്ചിയുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ആ ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അന്വേഷണ സംഭവങ്ങൾ വരുമെന്നാണ് ഇതിനോടകം തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഈ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി ആണെങ്കിൽ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അവർ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടെന്ന്. അതായത് അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അവരെ പറ്റിച്ച് അവരുടെ ബില്ലും കൊടുത്തിട്ടില്ല, അവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടും കൊടുത്തിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുമ്പോൾ. ഇവരാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാൻ പോയി, അപ്പോൾ അവർ വേറൊരു ക്ലിനിക്കിൽ പോയി ചോദിച്ചപ്പോൾ ഇതിനേക്കാളും വില കുറച്ച് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് ഇവർ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് കൊളാബറേഷൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അതിനെ എല്ലാം കൂടെ തുടർന്നിട്ട് നേരെ അപ്പുറത്തെ ക്ലിനിക്ക് മറുകണ്ഠം ചാടിയതിന് ശേഷം ഇവിടെ എനിക്ക് ബില്ല് തന്നില്ല, ഇവരെന്നെ ട്രീറ്റ് ചെയ്തില്ല, എനിക്ക് റിസൾട്ട് തരുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്നിടത്ത് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഇത്രയും വലിയ സെലിബ്രിറ്റികൾ കമൻറ്റ് അയക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏകദേശം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതേ കൂട്ടേ ഒരു കുക്കിംഗ് സംഭവങ്ങളൊക്കെ ആയിരുന്നു ചേച്ചി ചെയ്തിട്ടുള്ള കുക്കിംഗ് വ്ളോഗ് ആയിരുന്നു, നോക്കിയാൽ മതി. ഇപ്പോഴാണ് ഈ ബ്യൂട്ടി വ്ളോഗിലോട്ട് ചാടിയിട്ട് ബ്യൂട്ടി സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ കാരണം കാരണം ചേച്ചിക്ക് പണി കിട്ടിയിരിക്കുകയാണ്. ചേച്ചി എന്തായാലും അന്വേഷണം ഉടനെ തന്നെ വരും. 8ൻ്റെ അല്ല 16ൻ്റെ അല്ല 32ൻ്റെ പണി തന്നെയാണ് ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ചേച്ചി സംസാരിച്ച് ഡീൽ ചെയ്യാൻ നോക്കുമോ? ഹോസ്പിറ്റൽ അധികൃതരെ വിളിച്ചിട്ടൊന്ന് ക്ഷമയൊക്കെ ചോദിച്ച് നോക്കുക. അഥവാ ക്ഷമിച്ചു കഴിഞ്ഞാൽ ചേച്ചി രക്ഷപ്പെട്ടില്ല. എന്തായാലും ഈ ഒരു ഡോക്ടർ നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുള്ള ഈ ഡോക്ടറിനെതിരെയാണെന്ന് തോന്നുന്നു ചേച്ചി അലിഗേഷൻ സംഭവങ്ങളൊക്കെ ഉയർത്തിയിട്ടുള്ളത്. എന്തോ ഫാത്തിമ നിലൂഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡോക്ടറിനെതിരെ ആയിരിക്കും ചേച്ചി അലിഗേഷൻ ഉയർത്തി സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ആദ്യം തന്നെ ആ യൂട്യൂബ് ചാനലിൽ ആ ഒരു ചേച്ചിയുടെ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കോ. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷേ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്ക് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്.
അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും, നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയല് ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. കേട്ടല്ലോ ചേച്ചി, അവിടെ വലിയൊരു അലിഗേഷന്റെ സംഭവങ്ങളൊക്കെയാണ് ഉയർത്തിയിട്ടുള്ളത് ആ ഒരു ഹോസ്പിറ്റലിനെതിരെ. പക്ഷേ എങ്കിൽ പോലും ചേച്ചി ആ ഹോസ്പിറ്റലിലെ അധികൃതരുടെ പേരോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേരോ ഒന്നും അവിടെ വിശദീകരിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത് ഇത്ര വിവാദമായെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ആ ഒരു ഷോർട്സിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ചേച്ചി ആ ഒരു കമന്റ് പിന്നെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു കമന്റിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: ദെയർഫോർ ഐ എം എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നാണോ ചേച്ചിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായത്? എനിക്കും അതേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമന്റാണ് ചേച്ചി പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എങ്ങനെ ഊഹിച്ചു പറഞ്ഞു? തിരുവനന്തപുരത്ത് വിവിധ തരത്തിലുള്ള ഹോസ്പിറ്റലുകളെല്ലാം ഉണ്ട്, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതാ. അപ്പോൾ പിന്നെ ഈ ഒരു ഹോസ്പിറ്റൽ അന്ന് തന്നെ എങ്ങനെ വിശദമായിട്ട് ആ ഒരു കമന്റ് ബോക്സിൽ പറഞ്ഞു? ഒന്നെങ്കിൽ ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ചേച്ചി തന്നെ പറഞ്ഞിടിപ്പിച്ച ഒരു അക്കൗണ്ട് ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. അതും പിൻ ചെയ്തും കൂടാണ് ചേച്ചി ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര് വെച്ചിട്ടുള്ളത്. അതിനും ഭേദം ചേച്ചി തന്നെ പങ്ക് പറയുന്നില്ലയോ, ഇതാകുമ്പോൾ നോ പ്രോബ്ലം. ചേച്ചിയായിട്ട് ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ടില്ല, ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ടുള്ള കമന്റ് മാത്രമേ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ആൾക്കാരൊക്കെ ആ ഹോസ്പിറ്റലിന്റെ പേര് അറിയുകയും ചെയ്തു. എന്തായാലും സേഫ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഡോക്ടർ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ഡോക്ടർ, നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട്, ആ ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ ഡോക്ടർ. ആ ഒരു ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഇതിനെ തുടർന്നിട്ടുള്ള കാര്യമല്ല, അവരുടെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ചെക്കിങ് സംഭവങ്ങളും അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ഡോക്ടർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം, അതിനുശേഷം തുടർന്ന് സംസാരിക്കാം. Oh yeah, people often ask me why I talk so openly about the procedures I do. For me, it's very simple. It's trust building. As a doctor, I would never recommend something to my clients that I wouldn't choose for myself, right? My clients always trust me with their face, their skin, their confidence, and I believe they deserve a complete honesty about every treatment. Because when it comes to my clients, trust me, honesty is not an option. It is a foundation of everything that I do. And not just that, I speak about the procedures to help remove stigma around aesthetic procedures. It helps people understand that these treatments are safe when done the right way. Aging is natural, but wanting to age well and feeling confident is also natural. And to get that natural results at my age and above, it requires great technique. So I speak. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അവരുടെ വിശ്വാസം എങ്ങനെയാണ് നിലനിർത്തുന്നത്, അതായത് അവർക്കൊരു കൊളാബറേഷനോ പ്രൊമോഷനോ ഒന്നുമില്ലാതെ എങ്ങനെ വിശ്വാസം നിലനിർത്തി ആ ഒരു ട്രസ്റ്റ് കൊണ്ട് മാത്രം ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനി എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം എന്നൊക്കെയാണ് വിശദീകരിച്ച് തരുന്നത്. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രൊമോഷൻ വഴിയുള്ളതോ ഒരു രീതിയിലുള്ളതല്ല. അതായത് ഇവർ ഈ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും അതേകൂടെ തന്നെ സെലിബ്രേറ്റ് എടുത്ത് പെരുമാറുന്ന രീതി, ആ ട്രീറ്റ്മെന്റ് സംഭവങ്ങളും എല്ലാം അവർ പറഞ്ഞു കേട്ട് വരുന്ന ആൾക്കാരെ മാത്രം അവർക്ക് ആവശ്യമുള്ളൂ എന്നാണ് ഈ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസത്തോടെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കമ്പനി ഒരാളെ പറ്റിക്കേണ്ടതോ അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കാശ് തട്ടേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. സാനിയ അയ്യപ്പ അങ്ങനെ തുടർന്നിട്ടുള്ള കുറെ സെലിബ്രിറ്റികൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഉറപ്പായിട്ട് അവിടെ പോയിട്ടുണ്ടായിരിക്കും. മഞ്ജു വാര്യർ വരെ ചെന്നിട്ടുണ്ടെന്നാണ് ഈ ഒരു സ്റ്റാഫ് ആണെങ്കിൽ വോയിസ് വഴി പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്നിട്ടുള്ള വോയിസ് സംഭവങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഇട്ടും കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഇടാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്, അതിനകത്തൊക്കെ കുറെ മെയിൻ പോയിന്റ്സ് വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു വോയിസ് നിങ്ങൾ കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വോയിസ് എടുത്ത് നിങ്ങളത് കേട്ട് നോക്ക്. ഫസ്റ്റ് വെച്ചിട്ട് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് വിസിറ്റിന് വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീം കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടഡൈൻ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ചെയ്തത്. ആൻഡ് IVs
ട്രീറ്റ്മെന്റ് എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു? യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക് ഇൻഫ്ലുവൻസർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു വോയിസ് കൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചേച്ചി ഈ ഒരു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വേറെ ഏതൊരു ക്ലിനിക്കിൽ പോയിട്ട് റേറ്റ് സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ റേറ്റ് കുറവാണ്, സ്വാഭാവികമായിട്ട് ചേച്ചിക്ക് അപ്പൊ അങ്ങോട്ട് ചാടണമെന്ന് തോന്നിയോണ്ടാണ് ഇവിടെ വന്ന് ബില്ല് സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അന്നേരം ഇവര് ബില്ല് സംഭവങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാശിന്റെ പേരിലാണ് ചേച്ചി ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഡെർമറ്റോളജി രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു ക്ലിനിക്കൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് പലയിടത്തും പല റേറ്റ് ആയിരിക്കും. അതായത് അവിടെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറിന്റെ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എടുക്കുന്ന പ്രോഡക്ട്സിന്റെ ആ ഒരു രീതിയിലൊക്കെയുള്ള റേറ്റ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും ഇവിടെ പറയുന്നത്. പിന്നെ ഈ ഒരു ക്ലിനിക്കിന്റെ കാര്യം പറയുമ്പോൾ അതിന് അവിടെ ആണെങ്കിൽ അവർ ഈ വോയിസിൽ പറഞ്ഞതനുസരിച്ച് തുടക്കത്തിൽ തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് സംഭവങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. ഇത്ര രൂപയാവും, ഇത്ര റേറ്റ് ആവും എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ തുടങ്ങത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിനെ തുടർന്നിട്ട് നമ്മൾ ഡേ ബൈ കല്യാണിക്കെതിരെ പറഞ്ഞിട്ടുള്ള കുറച്ച് അലിഗേഷൻസ് ഉണ്ട്. അതായത് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാൻ നോക്കിക്കോ. മാം ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ് ബിക്കോസ് നമുക്ക് അല്ലാതെയുള്ള ആക്ട് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ, അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ് ആള്. ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്ന എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? ഐ മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ബിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതിരിക്കുന്നതല്ല. ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും പേയ്മെന്റ് ചെയ്തു എന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ ക്ലിനിക്കുകളിലെ റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മള് ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് എമൗണ്ട് പറഞ്ഞ് ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ബില്ലിന്റെ ആ ഒരു ഇഷ്യൂ. ആ ഒരു ബില്ലാണെങ്കിൽ ഫിസിക്കലായിട്ട് കൊടുത്തത് മാത്രമല്ല മെയിലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഫിസിക്കലായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതിനൊരു തെളിവ് സംഭവങ്ങളും ഇല്ലെന്നും പറഞ്ഞ് രംഗത്ത് വരുമെന്നും പറഞ്ഞ് മെയിലായിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു തെളിവായിട്ട് നിൽക്കുമല്ലോ. അതുകൊണ്ട് തന്നെ മെയിലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് 8 മാസത്തോളം ട്രീറ്റ്മെന്റ് സംഭവങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട്. ഒരു 3 സെക്ഷനെങ്കിലും കുറഞ്ഞത് അവരവിടെ പോയി കാണും. ആ ഒരു 3 സെക്ഷൻ പോയപ്പോഴും ബില്ല് കൊടുത്തില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടി കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ മണ്ടന്മാരാന്ന് വിചാരിക്കല് കല്യാണി ചേച്ചി. എപ്പോഴും എല്ലാവരും ഇതൊന്നും കേട്ട് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. ഇവരുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഇവർ പറയുമ്പോഴേക്കും ആ ഒരു ഹോസ്പിറ്റലിന്റെ പേരും പ്രശസ്തിയും ഒക്കെ ഇവർ ഒറ്റ ഒരാൾ കാരണം താഴെ വീടുന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം തിരിഞ്ഞാണ് വന്നിട്ടുള്ളത്. ഈ ഒറ്റ വോയിസ് സംഭവങ്ങളൊക്കെ വന്നപ്പോൾ കല്യാണി ചേച്ചി എയറിലാണ് ഒരു ലോങ് വീഡിയോ സംഭവങ്ങളൊക്കെ ഇടാന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതായത് ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ വെച്ച് ഒരു ലോങ് വീഡിയോ ഇടാന്ന് പറഞ്ഞ കല്യാണി ചേച്ചി ഈ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം വേറെ ഷോർട്സുകൾ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഒറ്റ ലോങ് വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? പ്രശ്നമാവുമെന്ന് അവർക്കറിയാം. മൂന്നാമത്തെ ഒരു കാര്യമാണ് കേസിന്റെ വിഷയം. അതായത് ഈ ഹോസ്പിറ്റലുകാർ ഇവർക്കെതിരെ കേസ് കൊടുത്ത് ഇവരെ അവിടെ വിളിപ്പിച്ചപ്പോഴാണ് ഈ ഹോസ്പിറ്റലിനെതിരെ ഇവരും തിരിച്ചൊരു കേസ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇവർ വീഡിയോയിൽ പറയുന്ന കൂട്ട് തന്നെ അവർ ഹോസ്പിറ്റലിന് കേസ് കൊടുത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ കേസ് കൊടുത്തതിന് ശേഷമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആരുടെ ഭാഗത്താണ് ശരി? ഹോസ്പിറ്റലിന്റെ ഭാഗത്താണ് ശരി. ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, മൈ വേ ബൈ കല്യാണി മൊത്തത്തിൽ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടപടലം തേഞ്ഞെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത് അർഹിക്കുന്നുണ്ട്. കാരണം ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സ്വന്തം വ്യൂവേഴ്സിന്റെ അടുത്ത് പറയാതെ കുരു വന്നത് നേരെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി അങ്ങ് മാറ്റിയതിന് ശേഷം വീണ്ടും അത് പ്രൊമോഷൻ തുടരാൻ എനിക്ക് കാശ് മതി എന്ന് പറയുന്ന ഒരു മൈൻഡിന് കിട്ടണം എല്ലാത്തിനും. കാരണം കാശ് മതി എന്നും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വ്യൂവേഴ്സിന്റെ അടുത്ത് ഒരു ആത്മാർത്ഥതയില്ലാതെ എങ്ങനെയൊക്കെ പറ്റിക്കാന്നുള്ള രീതിയിലാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് കണ്ടപ്പോൾ അത് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ കണ്ടുകൂടാം. കാരണം ഇങ്ങനത്തെ പ്രൊമോഷനൊക്കെ കള്ള പ്രൊമോഷൻ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. വ്യൂവേഴ്സിനോട് കുറച്ചെങ്കിലും സത്യസന്ധത പുലർത്തണം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം റിയാക്ട് ചെയ്തേക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇതിനെ തുടർന്നിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തൊക്കെ പഠിച്ചത് നല്ല ടോപ്പിക്കാണ്. കുറച്ച് ലെഫ്റ്റിലോട്ടോട്ടെ കുറച്ച് റൈറ്റിലോട്ടെ ഞാൻ സ്ട്രേറ്റ് വാങ്ങാൻ പഠിച്ചത് നല്ല ടോപ്പിക്കാണ്. എല്ലാവർക്കും ബൈ.